ഈ വളർച്ചയിൽ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? തീർച്ചയായിട്ടും പറയാനുണ്ട്. കാരണം 2015 ഞങ്ങൾ തുടങ്ങുമ്പോൾ ഞങ്ങൾ മുന്നിൽ നിന്നിട്ട് ഞങ്ങളെ നയിച്ചത് ഞങ്ങളെ നാട്ടുകാരനായ ഞങ്ങളെ ജ്യേഷ്ഠ സഹോദരനായ ഷർഫുഖാണ്, സിറ്റി എക്സ്ചേഞ്ച് CEO ഷർഫ് PH. അദ്ദേഹമാണ് ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഒരു ഐഡിയ തന്നതും ഇതിനു വേണ്ട എല്ലാ കിറ്റ് അതേപോലെ തന്നെ ഇതുവരെ ഇന്നേ വരെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് മൂപ്പരാണ്. അത് ഒരിക്കലും അത് പറയാതിരിക്കാൻ വയ്യ. ഞങ്ങളെ ചീഫ് പാറ്റേൺ കൂടിയാണ് അദ്ദേഹം. ഇല്ല, തീർച്ചയായിട്ടും ഞങ്ങൾ ഈ ഒരു ക്രിക്കറ്റ് കൂട്ടായ്മ അല്ലെങ്കിൽ ഫുട്ബോൾ കൂട്ടായ്മ എന്നതിനേക്കാൾ ഉപരി ഞങ്ങളുടെ നാട്ടിലാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സാമൂഹികപരമായിട്ടും സാംസ്കാരികപരമായിട്ടും സാന്ത്വനമായിട്ട് പോലും ഞങ്ങൾ എല്ലാവർക്കും എന്താ പറയുക ഒരു കൂട്ടാണ്. ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ എന്താ പറയുക എക്സ്പാട്രിയറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എപ്പോഴും ഒരു എലോൺ അല്ലെങ്കിൽ നമുക്കൊരു ഒറ്റപ്പെട്ടിട്ടുള്ളൊരു ലൈഫായിരിക്കും ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞങ്ങൾക്ക് ഫ്രൈഡേ ആവാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യും. അതുപോലെ തന്നെ ട്യൂസ്ഡേ ആവാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യും. എന്തിനാ വെച്ചാൽ ഫ്രൈഡേ ആവുന്നത് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ട്, ട്യൂസ്ഡേ ആവുന്നത് ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട്.